PV അൻവർ ഇപ്പം നിലമ്പൂരിൽ വലിയ പ്രശ്നക്കാരനായി തീർന്നിരിക്കുക. UDFനും തലവേദന. 2016 മുതൽ CPMകാർ ചുമന്നുകൊണ്ട് നടന്നു. അവസാനം ചെളിയെല്ലാം കൂടെ വാരി പിണറായിയുടെയും CPMൻ്റെയും മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. നേരെ മറ്റേ DMK എടുക്കാൻ പോയി. ഒരു മെമ്പർഷിപ്പ് തരുമോ എന്നും ചോദിച്ചു. പിണറായി അല്ലേ, പിണറായിയും സ്റ്റാലിനും തമ്മിൽ തോളോട് തോളൊരുമി നടക്കുന്നവരാണ്. അവിടെ പാര വെച്ചു. പിന്നെ നേരെ പോയത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പം മമതാ ബാനർജി ഇന്ത്യ മുഴുവൻ അങ്ങ് പടർന്ന് പന്തലിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ നിന്നൊരു വമ്പൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ തൃണമൂലിൽ പിടിച്ച് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ തൃണമൂലിൻ്റെ ഒരു ഘടകമുണ്ടായി. എങ്ങാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം നിന്ന് ജയിച്ചാൽ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു സീറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാനാണ് അൻവറിൻ്റെ മോഹം. അപ്പം നിലമ്പൂരിലിപ്പം വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. CPM സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാരെ പ്രഖ്യാപിക്കും. കോൺഗ്രസ്സിൽ ഈ സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാട് പേരുണ്ടല്ലോ. അവിടെ പിന്നെ ഈ സ്ഥാനാർത്ഥി മോഹികൾക്കും ഒരു കുറവുള്ള ഇടമല്ല. കടൽ കിഴവന്മാർ പോലും ആർത്തി മൂത്തങ്ങനെ നിൽക്കുന്നവരാണ്. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കൊതിക്കറവ് കാരണം അവിടുന്ന് ഇറങ്ങും. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഒരു സ്ത്രീ ഇന്ദിരാഭവൻ്റെ മുമ്പേ വന്ന് തലമുണ്ടനം ചെയ്തതുമൊക്കെ. അങ്ങനെയൊക്കെയാ കോൺഗ്രസ്. ഉൾപാർട്ടി ജനാധിപത്യം ഒക്കെയുള്ള ഒന്നാണ്. അപ്പോൾ എന്തായാലും PV അൻവർ ഇപ്പം UDFൻ്റെ ഒരു ബാനറിൻ്റെ കീഴിൽ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ജോയ് തന്നെ സ്ഥാനാർത്ഥിയാകണം, ഷൗക്കത്താകണ്ട. ഷൗക്കത്താണെങ്കിലോ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ താൻ വേറെ വഴി നോക്കുമെന്നും പറയുന്നുണ്ട്. ആ വേറെ വഴി നോക്കും എന്നുള്ളത് കൊണ്ടാണ് CPMകാരിങ്ങനെ വായും പൊളന്നങ്ങനെ ഇരിക്കുകയാണ്. പാലക്കാട്ട് സരിനെ കിട്ടിയതുപോലെ നിലമ്പൂരിൽ ഒരു സരിൻ ഇങ്ങോട്ട് വരും. ആ സരിൻ ആര്യാടൻ ഷൗക്കത്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഷൗക്കത്തിൻ്റെ അടുക്കൽ അന്ന് പറഞ്ഞത് 2021 മത്സരത്തിൽ നിന്ന് മാറ്റി അടുത്ത തവണ നൽകാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായി. ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലം നന്നായിട്ട് പരിചിതമായിട്ടുള്ള, അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു നേതാവാണ് ഷൗക്കത്ത്. അതുകൊണ്ട് ഷൗക്കത്തിന് ജനപ്രിയത്വം ഏറെ ഉണ്ട്. പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഷൗക്കത്തിനെ നിർത്താൻ പറ്റില്ല എന്ന് PV അൻവറും ജോയിയെ തന്നെ സ്ഥാനാർത്ഥിത്വം നൽകണം, പിന്നെ തനിക്ക് UDFിലേക്ക് പ്രവേശവും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. താൻ ഉടൻ തന്നെ സുധാകരനെ കാണും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അൻവർ നിലനിൽപ്പാണ് അൻവറിൻ്റെ പ്രശ്നം. അതിലൂടെ വേണം തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഉദയം ചെയ്യാനായിട്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ PV അൻവർ മത്സരിക്കും UDF സ്ഥാനാർത്ഥിയായിട്ട്. വളരെ സുരക്ഷിതമായ എവിടെയെങ്കിലും നിൽക്കും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു മന്ത്രി പോരെ. അപ്പോൾ എല്ലാവിധ പിന്തുണയും സഹായവും ഒക്കെ മമത അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ UDFനെ വെട്ടിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് PV അൻവർ. കാരണം തനിക്ക് UDFിലേക്കുള്ള പ്രവേശം ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അൻവർ അവിടെ പാര പണിയും. എന്തായാലും അൻവറിനൊരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. പിന്നെ 20% ക്രൈസ്തവ വോട്ടുണ്ട്. ഈ ക്രൈസ്തവ വോട്ടൊന്നും കോൺഗ്രസ്സിന് കിട്ടണമെന്നില്ല. കാരണം കോൺഗ്രസ് പൊതുവെ കോൺഗ്രസിൽ നിന്ന് പൊതുവെ ക്രൈസ്തവരകന്നു നിൽക്കുകയാണ്. BJP അവിടെ നിർണായകമായിട്ടുള്ള നീക്കം തന്നെ നടത്തും. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കും എന്ന് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കൊക്കെ തന്നെ വെല്ലുവിളിയാണ്. പലരും പറയും നിലമ്പൂരല്ലേ, അതൊക്കെ ലീഗിൻ്റെ കോട്ടയാണ്,
അവിടെ നിന്നും ബി ജെ പിക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ ബി ജെ പി അങ്ങനെ പിന്മാറുന്നില്ല. അവിടെയും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെയാണല്ലോ അവർ സി ക്ലാസ് മണ്ഡലത്തെ ബി ക്ലാസ് ആക്കുന്നതും ബി ക്ലാസ് മണ്ഡലത്തെ എ ക്ലാസ് ആക്കി മാറ്റുന്നതും. കേരളത്തിൽ അവർ മണ്ഡലങ്ങളെ ഓരോ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പി വി അൻവറിൻ്റെ ഇവിടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയി ആയാലും ഷൗക്കത്ത് ആയാലും ശരി തന്നെ, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു വലിയ നേട്ടമാണ്. ഇതുവരെ ഉണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ല. ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ നടന്നത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ചേലക്കരയുമാണ്. സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തി, ഭൂരിപക്ഷം അല്പം വർദ്ധിപ്പിച്ചു. അത് കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. സി പി എമ്മിനും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചേലക്കരയിൽ വോട്ട് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ. മണ്ഡലം നിലനിർത്തി. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് തന്നെ അൻവർ സി പി എമ്മിനെയും പിണറായിയെയും വെല്ലുവിളിച്ചുകൊണ്ടിറങ്ങിയതാണ്. അതുകൊണ്ട് സി പി എമ്മിന് അൻവറിനെ അല്ലെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എങ്ങനെയെങ്കിലും. അൻവറിനോ വിജയമുണ്ടാകണം എങ്ങനെയും. യു ഡി എഫ് ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയും തീർന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അവസാനം അൻവർ എൽ ഡി എഫിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. കാരണഭൂതൻ എന്തെങ്കിലും ഒരു തക്കതായിട്ടുള്ള ഒരു സ്ഥാനവും കൂടി കൊടുക്കും. അല്ലെങ്കിൽ മൂന്നാം തവണ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അൻവറിന് മന്ത്രിയുമാകണം. അൻവറിന് മന്ത്രിയാകാനായിട്ടുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. ഒരു മോഹമൊന്നല്ല, അതിയായ മോഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഒരു പ്രവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നത്. ആ കരുതലിലൂടെ തനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നും കരുതുന്നു. എന്തായാലും പി വി അൻവറിൻ്റെ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ്. അവിടെ ഇപ്പോൾ ആര് തമ്മിലാണ് മത്സരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മും പി വി അൻവറും തമ്മിലുള്ള മത്സരമാണ്. പി വി അൻവർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും അൻവറുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് സി പി എം. സി പി എമ്മിന് സ്ഥാനാർത്ഥി ക്ഷാമമൊന്നുമില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികളുണ്ട്. ഇത് മിക്കവാറും പാലക്കാടും ഇതുപോലൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് അവിടുന്ന് ഒരു പഹയൻ ഇങ്ങോട്ട് ചാടി വരുന്നെന്ന് അറിഞ്ഞത്. ഉടനെ ഇന്നാ പിടിച്ചോ, കയറി നിന്നോളാൻ പറഞ്ഞു. ഇവരും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പം കെ വി തോമസ് എന്ന് പറയുന്ന കടൽ കിഴവൻ ആർത്തി മൂത്ത് സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയി. കാരണഭൂതൻ എന്ത് ചെയ്തു? ഡൽഹി തന്നെ പിടിച്ചിരുത്തി, അവിടെ തന്നെ ഇരുന്നു. ഇഷ്ടം പോലെ പൈസയും തരാം, ലക്ഷക്കണക്കിന്. അത് വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. മുൻ മന്ത്രി സുധാകരൻ പറഞ്ഞതുപോലെ ഇയാൾ ഈ പൈസ എല്ലാം കൊണ്ടുപോയി എന്തോ പുഴുങ്ങി തിന്നുന്നു. അങ്ങനെ ലക്ഷങ്ങൾ പുഴുങ്ങി തിന്ന് ഡൽഹിയിലെ ഒരു കടൽ കിഴവനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് സി പി എം. അപ്പോൾ എന്തായാലും പി വി അൻവർ ഇവിടെ സി പി എമ്മുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഉണ്ടാകാൻ പോകുന്നത്. യു ഡി എഫിനെ അൻവർ വെട്ടിലുമാക്കിയിരിക്കുന്നു.